മുൻമന്ത്രി കെ.ടി. ജലീൽ വളരെ പാവപ്പെട്ടവനാണ് എന്ന് നമ്മൾ അറിഞ്ഞത് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ്. സ്വന്തം ഭാര്യയുടെ കയ്യിൽ നിന്നും 11 ലക്ഷം രൂപ കടം വാങ്ങിച്ചിട്ടാണ് സ്വന്തം മകളുടെ കല്യാണം പോലും കഴിച്ചുവിട്ടത് എന്ന് അദ്ദേഹം പറയുമ്പോൾ വേറെ പണിയില്ലാത്ത മലയാളികളെല്ലാം വിങ്ങിപ്പൊട്ടുന്നത് നമ്മൾ കണ്ടു. അമ്മയുടെ PF പണം കൊണ്ട് ബംഗളൂരുവിൽ IT കമ്പനി തുടങ്ങി പ്രസിദ്ധരായ മറ്റൊരു കുടുംബമാണ് മുഖ്യമന്ത്രിയുടേത്. ആ പിണറായി വിജയന്റെ വിശ്വസ്തനായ കെ.ടി. ജലീലും ഇത്രയ്ക്കും വലിയ ദരിദ്രവാസിയാണെന്നറിഞ്ഞപ്പോൾ മുതൽ കെ.ടി. ജലീലിനെ കുറിച്ച് എല്ലാവരും ഒരു കരുതൽ വച്ചിരുന്നു. അതാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഭാര്യയുടെ കയ്യിൽ നിന്നും വാങ്ങിച്ച ഇത്രയും വലിയ തുക എങ്ങനെ ഇദ്ദേഹം തിരിച്ചു കൊടുക്കുമെന്ന് എല്ലാവരും ആശങ്കപ്പെട്ട് നിൽക്കുമ്പോഴാണ് ആ കടം വീട്ടിയ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. അതായത് ജലീൽ സാഹിബിൻ്റെ ടീച്ചറായ ഭാര്യയ്ക്ക് പ്രിൻസിപ്പൽ പദവി നൽകി ആ കടമങ്ങ് തീർത്തു എന്ന് പറയാം. അല്ലെങ്കിൽ ആ പദവി നൽകിയതിൻ്റെ പ്രതിഫലമായിട്ടാകാം ഈ 11 ലക്ഷമെന്ന് പറയുന്നവരുമുണ്ട്. ഏതായാലും ജലീലിൻ്റെ ഭാര്യ MP ഫാത്തിമ കുട്ടിക്ക് വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പലായി നിയമനം ലഭിച്ചത് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണെന്ന് മലപ്പുറം DCC ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പന്താവൂർ തെളിവ് സഹിതം നിരത്തിയപ്പോഴാണ് കാര്യങ്ങൾ എല്ലാവർക്കും പിടികിട്ടിയത്. അതായത് ആ സ്കൂളിൽ പ്രിൻസിപ്പൽ ആകേണ്ടിയിരുന്നത് VK പ്രീത എന്ന അധ്യാപികയായിരുന്നു. ഇത് മറികടന്നുകൊണ്ടാണ് മന്ത്രി പത്നിയായ ഫാത്തിമ കുട്ടിയെ പ്രിൻസിപ്പലാക്കിയതെന്നും തെളിഞ്ഞു വന്നിരിക്കുന്നു. രണ്ടുപേർക്കും ഒരേ സീനിയോറിറ്റിയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ വരുമ്പോൾ നിയമപ്രകാരം ഒരേ സീനിയോറിറ്റി ഉള്ളവരാണെങ്കിൽ പ്രായം കൂടി പരിഗണിക്കണമെന്നാണ് വ്യവസ്ഥ. പ്രായം കൂടി പരിഗണിക്കുമ്പോൾ അവിടെ പ്രിൻസിപ്പലാകാൻ യോഗ്യത ഉണ്ടായിരുന്നത് പ്രീത ടീച്ചർക്കായിരുന്നു. ഇതെല്ലാം മറികടന്നാണ് നിയമനം നടത്തിയത് എന്ന് തെളിഞ്ഞിരിക്കുന്നു. ഇതിനായി സ്കൂൾ മാനേജ്മെൻറ്റ് സ്കൂളിലെ സീനിയോറിറ്റി ലിസ്റ്റ് തെറ്റായി പ്രസിദ്ധീകരിച്ചുവെന്ന് സിദ്ദിഖ് പന്താവൂർ പറയുമ്പോൾ ഒരു സ്കൂൾ മാനേജ്മെൻറ്റിനെ സ്വാധീനിച്ച് ഒരു മന്ത്രി നേടിയ പദവിയാണ് ഭാര്യയ്ക്ക് നൽകിയത് എന്നാണ് ചുരുക്കം. പിന്നെ 11 ലക്ഷം വാങ്ങിയാൽ എന്താണെന്നാണ് ജനങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത്. ഇപ്പോഴാണ് കോൺഗ്രസ് നേതാവ് രംഗത്ത് വന്നതെങ്കിലും ആദ്യം ഇതിനെതിരെ അധ്യാപകർ തന്നെ അന്ന് പരാതി നൽകിയതാണ്. ഫാത്തിമ കുട്ടിക്ക് പ്രിൻസിപ്പലായി നിയമനം നൽകിയത് ജലീൽ മന്ത്രിയായിരിക്കുന്ന സമയത്താണെന്നും മന്ത്രിയുടെ ഭാര്യയ്ക്ക് ചട്ടങ്ങൾ ലംഘിച്ച് നിയമനം നൽകുകയായിരുന്നുവെന്നും അധ്യാപകർ ആ സത്യം തുറന്നു പറഞ്ഞതാണ്. എന്നാൽ വിഷയത്തിൽ ബാധിക്കപ്പെട്ട അധ്യാപകർ നൽകിയ പരാതി വിദ്യാഭ്യാസ വകുപ്പ് അട്ടിമറിച്ചുവെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാരണം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നുവെന്ന് കെ.ടി. ജലീൽ എന്ന നേതാവ്. ചാനലിലും മൈക്കിൻ്റെ മുന്നിലും വന്ന് വീരവാദം മുഴക്കുന്ന ഗാന്ധിയൻ എന്ന് ചമയുന്ന കെ.ടി. ജലീൽ എന്ന പഴയ സിമി നേതാവിൻ്റെ യഥാർത്ഥ മുഖം ഇതാണ്. ആദ്യം ചിറ്റപ്പൻ എന്നുള്ള നിലയിൽ ജോലി നൽകി സ്വജനപക്ഷപാതത്തിന് മന്ത്രിസ്ഥാനം തെറിച്ചതും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഭാര്യയ്ക്ക് വേണ്ടി, ഭാര്യയുടെ പദവിക്ക് വേണ്ടി മറ്റൊരു പാവം ടീച്ചറെ ബലി കൊടുത്തു എന്നാണ് പുറത്തു വരുന്നത്. ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിലാണ് ഇത് നടക്കുന്നത് എന്ന് പറയുമ്പോൾ വലിയ അതിശയോക്തിയൊന്നും തോന്നുന്നില്ല. പിണറായി ചെയ്യുന്നത് പോലെ പാവങ്ങളുടെ അധികാരവും നികുതിയും കവർന്ന് കുടുംബങ്ങൾക്ക് കൊടുക്കുന്നു. കെ.ടി. ജലീലും അതുമാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അതെല്ലാം ചെയ്തിട്ട് ഉപദേശവും മറ്റുള്ളവരുടെ മേൽ കുതിര കയറാനും വരുമ്പോഴാണ് അന്തസ്സില്ലാത്തവനെന്ന് കേരളം വിളിച്ചു തുടങ്ങുന്നത്. ഏതായാലും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇതും ചർച്ചയാകുമെന്ന് ഉറപ്പായതോടെ ജലീലിൻ്റെ പണിപാളി എന്നുറപ്പിക്കാം.